കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിലെ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്ത ശിക്ഷ വിധിച്ച കോടതി. പ്രതി ജീവിതാന്ത്യം വരെ തടവിൽ കഴിയണമെന്നും 5 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നൽകണമെന്നും കോടതി വിധിച്ചു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന ആവശ്യം ശക്തമായിരുന്നെങ്കിലും അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതി പ്രതിക്ക് ജീവപര്യന്ത ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ 17 ലക്ഷം രൂപയും പെൺകുട്ടിയുടെ കുടുംബത്തിന് നൽകണമെന്ന് കോടതി വ്യക്തമാക്കി. ശിക്ഷാവിധി കേൾക്കാനായി കൊല്ലപ്പെട്ട ഡോക്ടറുടെ രക്ഷിതാക്കൾ കോടതിയിലെത്തിയിരുന്നു. പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹമെന്നും നഷ്ടപരിഹാര തുകകൾ തങ്ങൾക്ക് ആവശ്യമില്ലെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു. ശിക്ഷ വിധിക്കുന്നതിന് മുന്നോടിയായി കൃത്യം 1 മണിക്ക് പ്രതിയെ കോടതിയിലെത്തിച്ചു. കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞെന്ന് ജഡ്ജി പരാമർശിച്ചപ്പോഴും താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നായിരുന്നു പ്രതിയുടെ പ്രതികരണം. മറ്റു ചിലരെ രക്ഷപ്പെടുത്താൻ വേണ്ടി തന്നെ കേസിൽ പെടുത്തുകയായിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും ക്രൂരമായ പീഡനമാണ് നേരിടേണ്ടി വന്നതെന്നും പ്രതി ജഡ്ജിയോട് പറഞ്ഞു. എന്നാൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി. സമൂഹത്തിന് മുതൽക്കൂട്ടാവേണ്ടിയിരുന്ന ഡോക്ടറെയാണ് പ്രതി ക്രൂരമായ ബലാത്സംഗത്തിലൂടെ കൊലപ്പെടുത്തിയത്. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച കേസാണ്. ഈ സാഹചര്യത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ട് പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണം. പരമാവധി ശിക്ഷ നൽകിയാൽ മാത്രമേ സമൂഹത്തിന് ഇക്കാര്യത്തിൽ വിശ്വസ്തത ഉണ്ടാകൂവെന്നും CBI അഭിഭാഷകൻ ശിക്ഷ വിധിക്കുന്നതിന് മുന്നോടിയായി ചൂണ്ടിക്കാട്ടി. വധശിക്ഷ നൽകരുതെന്നും പ്രതിക്ക് മാനസാന്തരത്തിന് സമയം നൽകണമെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. 2024 ഓഗസ്റ്റ് 7-നായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം. കൊൽക്കത്തയിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആർജിക്കർ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലെ PG ട്രെയിനി ഡോക്ടറെ സെമിനാർ ഹാളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കേസിന്റെ തുടക്കത്തിലെ അന്വേഷണത്തിൽ പശ്ചിമബംഗാൾ പോലീസ് പരാജയപ്പെട്ടുവെന്ന ആക്ഷേപം ശക്തമായിരുന്നു. തുടർന്ന് രാജ്യവ്യാപകമായ പ്രതിഷേധം ഉയരുകയും കൊൽക്കത്ത ഹൈക്കോടതി കേസിന്റെ അന്വേഷണം CBIയെ ഏൽപ്പിക്കുകയുമായിരുന്നു.